ഇനി നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ടുവാർഡ്സ് ദെയർ ക്ലയൻസ് അല്ലേ. വാട്ട് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ടുവാർഡ്സ് ദെയർ ക്ലയൻസ്. തൻ്റെ ക്ലയൻറ്റിനോടുള്ള സോഷ്യൽ വർക്കറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓക്കെ, തൻ്റെ ക്ലയൻസിനോടുള്ള സോഷ്യൽ വർക്കറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ബൗണ്ടറീസ് അല്ലേ, പ്രൊഫഷണൽ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബി എന്താണ്? ടു പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ക്ലയൻസ് അല്ലേ, എന്താണ്? ക്ലയൻസിൻ്റെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുക. സി ടു കൊളാബറേറ്റ് വിത്ത് കൊളീഗ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ടു അഡ്ഹിയർ ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ് അഡ്ഹിയർ ചെയ്യുക. അപ്പോൾ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ തൻ്റെ ക്ലയൻറ്റിനോടുള്ള സോഷ്യൽ വർക്കറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ഒരു സോഷ്യൽ വർക്കർ ക്ലയൻറ്റിനോടുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ആൻസർ വരുന്നത് ബി ആണ്. ടു പ്രൊമോട്ട് ദ വെൽ ബീയിങ് ഓഫ് ക്ലയൻസ് അല്ലേ, ക്ലയൻസിൻ്റെ വെൽ ബീയിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഒരു സോഷ്യൽ വർക്കറ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. The primary responsibility of social workers is to promote the well-being of their clients, ensuring their safety and best interest throughout the helping process. അല്ലേ, സോഷ്യൽ വർക്കറിൻ്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ദെയർ ക്ലയൻസ് അല്ലേ, അവരുടെ വെൽബീയിങ് എന്ത് ചെയ്യുക, ക്ലയൻസിൻ്റെ വെൽബീയിങ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻഷുറിങ് ദെയർ സേഫ്റ്റി, അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. ആൻഡ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട് ദ ഹെൽപ്പിംഗ് പ്രോസസ്സ് അല്ലേ, ആ ഒരു ഹെൽപ്പിംഗ് പ്രോസസ്സിൻ്റെ ഉടനീളം എന്ത് ചെയ്യുക, ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സോഷ്യൽ വർക്കറുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നോട്ട് ആൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലേ, നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എൻഷുറിങ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി അല്ലേ, ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക. ബി പ്രൊമോട്ടിങ് എംപ്ലോയി വെൽബീയിങ് അല്ലേ, എന്താണ്? എംപ്ലോയിയുടെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുക. സി ഗ്യാരണ്ടിയും അബ്സല്യൂട്ട് ക്ലയൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ, എന്താണ്? അബ്സല്യൂട്ട് ക്ലയൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഗ്യാരണ്ടി ചെയ്യുക. ഡി മെയിൻറ്റെയിനിങ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസി അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഏതാണ് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് എന്താണ്? ഗ്യാരണ്ടിയും അബ്സല്യൂട്ട് ക്ലയൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ, വളരെ നമ്മൾ ക്ലയൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ അബ്സല്യൂട്ട്ലി നമ്മൾ എന്ത് ചെയ്യും, കോൺഫിഡൻഷ്യലിൽ ഗ്യാരണ്ടി ചെയ്യും എന്നതാണ് അവിടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത്. കാരണം ചില സമയങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരില്ലേ. ഇപ്പോൾ ലീഗലി നമുക്കത് റെക്കോർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അത് എന്ത് ചെയ്യേണ്ടി വരും, അത് നമുക്കത് പുറത്ത് വിടേണ്ടി വരും അല്ലേ. അപ്പോൾ അതാണ് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിൽ അല്ലാത്തത് എന്ന് പറയുന്നത്. While confidentiality is crucial, it is not the sole responsibility of institution but of individual social workers. Institutions are responsible for ensuring transparency and ethical administrative practices. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. ഇതെന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സോൾ റെസ്പോൺസിബിലിറ്റി അല്ല, പക്ഷേ ഒരു ബട്ട് ഓഫ് ഇൻഡിവിജ്വൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ട്രാൻസ്പെറൻസി അല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്തായിരിക്കണം, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസും എന്ത് ചെയ്യണം, അവർ എൻഷുർ ചെയ്യണം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കർ ഷുഡ് അവോയ്ഡ് ഡ്യുവൽ റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ എക്സാം ഒക്കെ വന്ന സമയത്ത് ഒരുപാട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ടൈം കിട്ടിയില്ല എന്നുള്ളൊരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോ. ഇതിൽ അസേർഷൻ എന്താ പറയുന്നത്? സോഷ്യൽ വർക്കർ ഷുഡ് അവോയ്ഡ് ഡ്യുവൽ റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസുമായിട്ടുള്ള ഒരു ഡ്യുവൽ റിലേഷൻഷിപ്പ് സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യണം? എന്തായാലും അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താ പറയുന്നത്? ഡ്യുവൽ റിലേഷൻഷിപ്പ് ക്യാൻ ലീഡ് ടു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഡ്യുവൽ റിലേഷൻഷിപ്പ് പലപ്പോഴും കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യും, അതുപോലെ തന്നെ അത് എക്സ്പ്ലോയിറ്റേഷനിലോട്ടും എന്ത് ചെയ്യും? അത് ലീഡ് ചെയ്യും. അപ്പോൾ എന്താ പറയുന്നത്? ഇത് അസേർഷൻ റീസൺ. നമുക്ക് ആൻസറിലോട്ട് പോവാം. കറക്റ്റ് ആണല്ലേ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ. അതായത് നമ്മുടെ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് ഡ്യുവൽ റിലേഷൻഷിപ്പ് ക്യാൻ ഇൻഡീഡ് ലീഡ് ടു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഡ്യുവൽ റിലേഷൻഷിപ്പ് എപ്പോഴും എന്തായിരിക്കും? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് ലീഡ് ചെയ്യും, എക്സ്പ്ലോയിറ്റേഷനിലോട്ട് അത് ലീഡ് ചെയ്യും. വിച്ച് ഈസ് വൈ ദേ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസസ് അല്ലേ. എന്താ പറയുന്നത്? സോഷ്യൽ വർക്കേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഡ്യുവൽ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. കാരണം ഡ്യുവൽ റിലേഷൻഷിപ്പ് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ടും എക്സ്പ്ലോയിറ്റേഷനിലോട്ടും ലീഡ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ആക്യുറേറ്റ് റെക്കോർഡ്സ്? ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആക്യുറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്രത്തോളം സിഗ്നിഫിക്കൻസ് ആവുന്നത്? പ്രൊഫഷണൽ പ്രാക്ടീസിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആക്യുറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് ആക്യുറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത്? ഓപ്ഷൻ എ, ടു കംപ്ലീ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലേ, ലീഗൽ റിക്വയർമെൻറ്റ് ഒരു കംപ്ലീറ്റ്. ദെൻ ബി എന്താണ്? ടു എൻഷുർ ദാറ്റ് ക്ലയൻറ്റ്സ് റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ് അല്ലേ, ക്ലയൻസിൻ്റെ അവകാശങ്ങൾ റെസ്പെക്ട് ചെയ്യണമെന്ന് എൻഷുർ ചെയ്യുക. സി, ടു എനാബിൾ ഓൺഗോയിങ് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് അല്ലേ. എന്താണ്? എനാബിൾ ഓൺഗോയിങ് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിലെ ഓൺഗോയിങ് റിസർച്ച് എനാബിൾ ചെയ്യുക. ഡി, ഓൾ ഓഫ് ദി എബവ്. എന്തുകൊണ്ടാണ് നമ്മളൊരു ആക്യുറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. ആക്യുറേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ലീഗൽ കംപ്ലൈൻസ്, ലീഗൽ റെസ്പെക്റ്റിംഗ് ക്ലയൻസ് റൈറ്റ് അല്ലേ, ലീഗലായിട്ടുള്ള വേണം. അതുപോലെ തന്നെ ക്ലയൻസ് റൈറ്റ് റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഓൺഗോയിങ് റിസർച്ച് അല്ലേ, ഓൺഗോയിങ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെയും നമ്മൾ എന്തിനും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആക്യുറേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ചൂസ് ഓൾ ദാറ്റ് ആർ ട്രൂ അല്ലേ. എത്തിക്കൽ റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ഷുഡ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ തന്നിരിക്കുന്നതിൽ എത്തിക്കൽ റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? എത്തിക്കൽ റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ, പ്രൊട്ടക്റ്റിംഗ് പാർട്ടിസിപ്പൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ, പാർട്ടിസിപ്പൻറ്റിന് അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക. ബി എന്ന് പറയുന്നത് സീക്കിംഗ് ഇൻഫോംഡ് കൺസെൻറ്റ് അല്ലേ, ഇൻഫോംഡ് കൺസെൻറ്റ് സീക്ക് ചെയ്യുക. സി, വേവിങ് കൺസെൻറ്റ് ഇൻ ലാർജ് സ്കെയിൽ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് അല്ലേ, ലാർജ് സ്കെയിൽ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് വേവ് ചെയ്യുക. ദെൻ ഡി, പ്രയോറിറ്റൈസിങ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി റിസർച്ചർ അല്ലേ, റിസർച്ചറിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എത്തിക്കൽ റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ് അല്ലേ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. നമ്മുടെ പാർട്ടിസിപ്പൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സീക്കിംഗ് ഇൻഫോംഡ് കൺസെൻറ്റ്. സി, വേവിങ് കൺസെൻറ്റ് ഇൻ ലാർജ് സ്കെയിൽ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ മൂന്നും എന്താണ്? അതിൽ ഒന്ന് മാത്രമാണ് അല്ലാത്തത് അല്ലേ. എന്താണ്? ഇപ്പോൾ റിസർച്ചറുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുക എന്ത് ചെയ്യുന്നില്ല, അതിൽ വരുന്നില്ല. എത്തിക്കൽ റിസർച്ച് റിക്വയർസ് പ്രൊട്ടക്റ്റിംഗ് കോൺഫിഡൻഷ്യാലിറ്റി, ഒബ്റ്റൈനിങ് ഇൻഫോംഡ് കൺസെൻറ്റ് ആൻഡ് ഇൻ സർട്ടൻ കേസസ് വേവിങ് കൺസെൻറ്റ് വെൻ അപ്രോപ്രിയേറ്റ്, പ്രയോറിറ്റൈസിങ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ അൺഎത്തിക്കൽ അല്ലേ. എത്തിക്കൽ റിസർച്ച് എന്തൊക്കെയാണ് റിക്വയർ ചെയ്യുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇൻഫോംഡ് കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം,
ചില കേസുകളിൽ കേട്ടോ. അതുപോലെ തന്നെ വി കൺസേൺ വെൻ അപ്രോപ്രിയേറ്റ്. ദെൻ അതുപോലെ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, നമ്മൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രയോറിറ്റൈസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇസ് അൺഎത്തിക്കലാണ്. അത് എത്തിക്കലല്ല, അത് അൺഎത്തിക്കലാണ്. അപ്പോൾ അതാണ് ഒരു എത്തിക്കൽ ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വാല്യൂ ഓഫ് റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ ഇൻ സോഷ്യൽ വർക്ക് എംബസൈസസ്? വാട്ട് ഡസ് ദ വാല്യൂ ഓഫ് റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ ഇൻ സോഷ്യൽ വർക്ക് എംബസൈസസ് അല്ലേ? റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ അല്ലേ? സോഷ്യൽ വർക്കിൽ എന്തുകൊണ്ടാണ് ഈ റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ എന്ന ഒരു വാല്യൂവിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്? റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എൻഷുറിങ് ക്ലയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ് അല്ലേ? എന്താണ് എൻഷുറിങ് ക്ലയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി അല്ലേ? ക്ലയൻസിനെ എന്ത് ചെയ്യണം? ഈക്വലി ട്രീറ്റ് ചെയ്യണം വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ്. അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് കൺസിഡർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലയൻസിനെ ട്രീറ്റഡ് ഈക്വലി. ബി എന്താണ്? റെക്കഗ്നൈസിങ് ദ ഇൻഹെറൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ട്രീറ്റിംഗ് ദം വിത്ത് റെസ്പെക്റ്റ്. ഓരോ വ്യക്തിയുടെയും ഇൻഹെറൻറ്റ് വാല്യൂസ് റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുക. സി പ്രിയോറിറ്റൈസിങ് ദ സോഷ്യൽ വർക്കേഴ്സ് വ്യൂ ഓവർ ദ ക്ലയൻസ്. ഒരു ക്ലയൻസിൻ്റെ മേലെ സോഷ്യൽ വർക്കറുടെ വ്യൂസിന് പ്രാധാന്യം കൊടുക്കുക. ഡി പ്രൊവൈഡിങ് സർവീസസ് ഓൺലി ടു ദോസ് ഹു ക്യാൻ അഫോർഡ് ദം അല്ലേ? എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രൊവൈഡിങ് സർവീസിലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ എന്ന വാല്യൂ എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ് വരുന്നത്. റെക്കഗ്നൈസിങ് ദ ഇൻഹെറൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ട്രീറ്റിംഗ് ദം വിത്ത് റെസ്പെക്റ്റ് അല്ലേ? എന്ത് ചെയ്യുക? ഇൻഹെറൻറ്റ് വാല്യൂ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇൻഹെറൻറ്റ് വാല്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും അത് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക. ദിസ് വാല്യൂ അണ്ടർസ്കോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീറ്റിംഗ് എവറി ക്ലയൻറ്റ് വിത്ത് റെസ്പെക്റ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ക്ലയൻറ്റിനെയും റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അക്നോളജിങ് ദെയർ ഡിഗ്നിറ്റി ആൻഡ് വെർത്ത്, അവരുടെ ഡിഗ്നിറ്റിയും വെർത്തും അക്നോളജ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ഇൻ്റർവെൻഷൻ അല്ലേ? ഇതെന്തുകൊണ്ടാണ്? ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നതിലും ഇഫക്റ്റീവ് ഇൻ്റർവെൻഷൻ കൊടുക്കുന്നതിലും ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിലൊക്കെ എന്താണ്? ഇത് വളരെ ക്രൂഷ്യലാണ് എന്നാണ് പറയുന്നത്. ഇതിനടുത്തത്, വിച്ച് വാല്യൂസ് മോസ്റ്റ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് അഡ്രസ്സിങ് ആൻഡ് അഡ്വക്കേറ്റിംഗ് എഗെയിൻസ്റ്റ് സിസ്റ്റമാറ്റിക് ഇനീക്വാളിറ്റീസ് ഇൻ സൊസൈറ്റി അല്ലേ? ഏത് വാല്യൂ ആണ്? വിച്ച് വാല്യൂസ് മോസ്റ്റ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത്, താഴെ തന്നിരിക്കുന്നതിലെ ഏത് വാല്യൂ ആണ് അഡ്രസ്സിങ് ആൻഡ് അഡ്വക്കേറ്റിംഗ് എഗെയിൻസ്റ്റ് സിസ്റ്റമാറ്റിക് ഇനീക്വാളിറ്റീസ് ഇൻ സൊസൈറ്റി? സൊസൈറ്റിയിലെ സിസ്റ്റമാറ്റിക് ഇനീക്വാളിറ്റീസ് അഡ്രസ്സ് ചെയ്യുക, അഡ്വക്കേറ്റ് ചെയ്യുന്നതിൽ വളരെ മോസ്റ്റ്ലി ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാല്യൂ ആണ്? കോമ്പിറ്റൻസ് ആണോ? സോഷ്യൽ ജസ്റ്റിസ് ആണോ? ഇൻറ്റഗ്രിറ്റി ആണോ? ടീച്ചർഷിപ്പ് ആണോ? കോമ്പിറ്റൻസ് ആണോ? സോഷ്യൽ ജസ്റ്റിസ് ആണോ? ഇൻറ്റഗ്രിറ്റി ആണോ? അതുപോലെ തന്നെ ടീച്ചർഷിപ്പ് ആണോ? ഏത് വാല്യൂ ആണ് സിസ്റ്റമാറ്റിക് ഇനീക്വാളിറ്റീസിനെതിരെയുള്ള ഒരു അഡ്വക്കേറ്റിംഗ് അഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനീക്വാളിറ്റീസിനെതിരെ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആണ് വരുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഇൻവോൾവ്സ് അഡ്വക്കേറ്റിംഗ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? സോഷ്യൽ ജസ്റ്റിസ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്, ചലഞ്ചിങ് ഇൻജസ്റ്റിസ് അല്ലേ? ഇൻജസ്റ്റിസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, ആൻഡ് വർക്കിംഗ് ടുവാർഡ്സ് ദ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് അല്ലേ? റിസോഴ്സിൻ്റെ ഒരു തുല്യമായ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസിക്വൻസ് ഓഫ് നോൺ അഡ്ഹിയറൻസ് ടു ദ വാല്യൂ ഓഫ് കോമ്പിറ്റൻസ് ഈസ് അല്ലേ? നോൺ അഡ്ഹിയറൻസ് ടു ദ വാല്യൂ ഓഫ് കോമ്പിറ്റൻസിൻ്റെ കോൺസിക്വൻസ് എന്താണ് അല്ലേ? ഒരു വാല്യൂ ഓഫ് കോമ്പിറ്റൻസ് ആണ് നോൺ അഡ്ഹിയറൻസ്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ. എൻഹാൻസ്ഡ് പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ. ബി ഇൻഎഫക്റ്റീവ് ഓർ ഹാംഫുൾ ഇൻ്റർവെൻഷൻ അല്ലേ? ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ ഹാംഫുൾ ഇൻ്റർവെൻഷൻ. സി ഗ്രേറ്റർ ക്ലയൻറ്റ് ട്രസ്റ്റ് അല്ലേ? വളരെ നന്നായിട്ട് നമ്മൾ ക്ലയൻറ്റിനെ ട്രസ്റ്റ് ചെയ്യുക. ഡി ഇൻക്രീസ്ഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി അല്ലേ? കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇതിൽ
കോൺസിക്വൻസ് ഓഫ് നോൺ അഡിയറൻസ് ടു ദ വാല്യൂ ഓഫ് കോമ്പിറ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ആണ്, ഇൻഎഫക്റ്റീവ് ഓർ ഹാംഫുൾ ഇൻ്റർവെൻഷൻ. ഇൻഎഫക്റ്റീവ് ഓർ ഹാംഫുൾ ഇൻ്റർവെൻഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പിറ്റൻസ് എൻഷുവേഴ്സ് ദാറ്റ് സോഷ്യൽ വർക്കേഴ്സ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സർവീസ് അല്ലേ. കോമ്പിറ്റൻസ് എന്താ പറയുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. വിത്തൗട്ട് ഇറ്റ്, അതില്ല എന്നുണ്ടെങ്കിൽ ദെയർ ഇൻ്റർവെൻഷൻ കുഡ് ബി ഇൻഎഫക്റ്റീവ് ഓർ ഈവൻ ഹാംഫുൾ ടു ക്ലയൻസ്. അതില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവെൻഷൻ ഇൻഎഫക്റ്റീവ് ആവും ചെയ്യും, അതുപോലെ തന്നെ ഈവൻ ഹാംഫുൾ ടു ക്ലയൻസ് അല്ലേ. എന്ത് ചെയ്യും? ക്ലയൻസിന് വളരെ ഹാംഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ കോമ്പിറ്റൻസ് എപ്പോഴും ഹൈ ക്വാളിറ്റി സർവീസ് സോഷ്യൽ വർക്കർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ എൻഷുർ ചെയ്യണം. ആ ഹൈ ക്വാളിറ്റി സർവീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇടപെടുന്നതിലും ക്ലയൻസിന് വളരെ ഹാംഫുൾ ആയിട്ടൊക്കെയും ഇൻഎഫക്റ്റീവ് ആയിട്ടൊക്കെ ആയിരിക്കും അത് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, why is the value of importance of human relationship crucial in social work? അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലേ, മനുഷ്യബന്ധങ്ങളുടെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്കിൽ ഈ വാല്യൂവിന് ഇത്രത്തോളം പ്രാധാന്യം? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇറ്റ് അലോസ് സോഷ്യൽ വർക്കേഴ്സ് ടു കൺട്രോൾ ദെയർ ക്ലയൻസ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ക്ലയൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ സോഷ്യൽ വർക്കറെ അലോ ചെയ്യുന്നുണ്ട്. ബി എന്താ പറയുന്നത്? ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൽ ഫിനാൻഷ്യൽ ഗെയിനിൻ്റെ ആവശ്യകത ഇത് പ്രാധാന്യം നൽകുന്നുണ്ട്. സി ഇറ്റ് പ്രൊമോട്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ക്ലയൻസ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് വളരെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ക്ലയൻസ് അല്ലേ. സോഷ്യൽ വർക്കേഴ്സും ക്ലയൻസും തമ്മിലുള്ള ട്രസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ വർക്കേഴ്സിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്കിൽ ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഇറ്റ് പ്രൊമോട്ട്സ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ക്ലയൻസ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കറും ക്ലയൻസും തമ്മിലുള്ള ട്രസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ഹ്യൂമൻ റിലേഷൻ ആർ എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് സോഷ്യൽ വർക്ക് അല്ലേ. ഒരു ഇഫക്റ്റീവായിട്ടുള്ള സോഷ്യൽ വർക്കിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോങ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ആസ് ദ ഫോസ്റ്റർ ട്രസ്റ്റ് അല്ലേ. നമ്മൾ ട്രസ്റ്റ് ഫോസ്റ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് എനാബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എനാബിൾ ചെയ്യുകയാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ സോഷ്യൽ വർക്കർ ആൻഡ് ദ ക്ലയൻറ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ളൊരു മനസ്സിലാക്കാനും നമുക്ക് പറ്റും അല്ലേ. ആ മനസ്സിലാക്കുന്നത് വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റും, ട്രസ്റ്റ് ഫോസ്റ്റർ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ എപ്പോഴും വളരെ നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ്, സ്ട്രോങ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ദെൻ വിച്ച് value in social work include the commitment to honesty and ethical standard അല്ലേ. വിച്ച് വാല്യൂ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാല്യൂ ആണ് സോഷ്യൽ വർക്കിലെ ഏത് വാല്യൂ ആണ് ഇൻക്ലൂഡ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ഹോണസ്റ്റി അല്ലേ. കമ്മിറ്റ്മെൻറ്റ് ടു ഹോണസ്റ്റിയും അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡും ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂ ഏതാണ് അല്ലേ. കമ്മിറ്റ്മെൻറ്റ് ടു ഹോണസ്റ്റിയും എത്തിക്കൽ സ്റ്റാൻഡേർഡും ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂ സോഷ്യൽ വർക്കിലെ വാല്യൂ ഏതാണ്? കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആണോ, കോമ്പിറ്റൻസ് ആണോ, ഇൻറ്റഗ്രിറ്റി ആണോ, ഹാർഡ് വർക്ക് ആണോ? ഏതായിരിക്കും? ഇവിടെ ആൻസർ വരുന്നത് ഇൻറ്റഗ്രിറ്റി ആണ് അല്ലേ. ഇൻറ്റഗ്രിറ്റി എന്നാൽ ഒരു സംയോജനം എന്നൊരർത്ഥവും കൂടിയിട്ട് അല്ലേ. അതായത് കമ്മിറ്റ്മെൻറ്റ് ടു ഹോണസ്റ്റി അല്ലേ, ഹോണസ്റ്റി ആവുക, അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡ് ചെയ്യുക. ഇത് ഈ ഒരു സോഷ്യൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂസാണ് ഇതിൽ. അപ്പോൾ ഇത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാല്യൂവിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. കമ്മിറ്റ്മെൻറ്റ് ടു ഹോണസ്റ്റി അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. Integrity involves maintaining honesty, fairness and adherence to ethical standards in all professional actions, which is essential for building
ട്രസ്റ്റ് ഇൻ ദ പ്രൊഫഷൻ അല്ലേ. ഇൻറ്റഗ്രിറ്റി എന്താ ഇൻവോൾവ് ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് ഹോണസ്റ്റി അല്ലേ. ഹോണസ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഫെയർനെസ്സും അതുപോലെ തന്നെ അഡ്ഹിയറൻസ് ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ലേ. ഇൻ ഓൾ പ്രൊഫഷണൽ ആക്ഷൻ, എല്ലാ പ്രൊഫഷണൽ ആക്ഷൻസിലുമുള്ള ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് അഡ്ഹിയറൻസ് ചെയ്യുന്നതിലും ഫെയർനെസ്സും ഹോണസ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇൻറ്റഗ്രിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ ദ പ്രൊഫഷൻ അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രൊഫഷനിൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയുടെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലേ. കൾച്ചറൽ സെൻസിറ്റിവിറ്റി നമ്മൾ മുന്നേ പല ക്വസ്റ്റ്യൻസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്നൊക്കെ അല്ലേ. അപ്പോൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് സോഷ്യൽ വർക്കേഴ്സ് ടു അപ്ലൈ എ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് അല്ലേ. ഇത് സോഷ്യൽ വർക്കേഴ്സിനെ എന്തിനെ അലോ ചെയ്യുന്നു? അപ്ലൈ എ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്, ഒന്നിനെ എല്ലാത്തിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്. അതൊരു ഇതാണ്, ഒരു കൺസെപ്റ്റാക്കി പറഞ്ഞതാണ്. ദെൻ ബി എന്ന് പറയുന്നത് ഇറ്റ് എൻഷോഴ്സ് ദാറ്റ് സർവീസസ് ആർ ടൈലേർഡ് ടു റെസ്പെക്ട് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലയൻസ് അല്ലേ. ഇത് എന്ത് എൻഷോർ ചെയ്യുന്നുണ്ട്? സർവീസസ് ആർ ടൈലേർഡ് അല്ലേ. ക്ലയൻസിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എൻഷോർ ചെയ്യുന്നുണ്ട്. ദെൻ സി എന്ന് പറയുന്നത് ഇറ്റ് എൻകറേജ് സോഷ്യൽ വർക്കേഴ്സ് ടു ഇഗ്നോർ കൾച്ചറൽ ഡിഫറൻസസ്. ഇത് സോഷ്യൽ വർക്കേഴ്സിനെ കൾച്ചറൽ ഡിഫറൻസ് ഇഗ്നോർ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നു. ഡി എന്താണ്? ഇറ്റ് പ്രൊമോട്ട് ദ ഡോമിനൻസ് ഓഫ് വൺ കൾച്ചർ ഓവർ അതേഴ്സ് അല്ലേ. ഒരു കൾച്ചറിൻ്റെ മേലെ മറ്റൊരു കൾച്ചറിൻ്റെ ഡോമിനൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? ആൻസർ ബി ആണ് വരുന്നത് അല്ലേ. ഇറ്റ് എൻഷോഴ്സ് ദാറ്റ് സർവീസസ് ആർ ടൈലേർഡ് ടു റെസ്പെക്ട് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലയൻസ് അല്ലേ. ഒരു ക്ലയൻറ്റിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഏത് ക്ലയൻ്റ് ആയിക്കോട്ടെ, എത്ര ക്ലയൻ്റ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക? റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. Culture sensitivity is about respecting and understanding the diverse cultural background of clients, which is crucial for providing relevant and respectful services. Culture sensitivity about എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലയൻസ് എന്ന് പറയുന്നത് വളരെ വിവിധ തരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരിക. അതിനെ മനസ്സിലാക്കിയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക. ഇത് റെസ്പെക്ട്ഫുൾ സർവീസിലും പ്രൊവൈഡിങ് റെലവൻറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ, അതായത് നമുക്ക് വളരെ റെലവൻറ്റും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യലാണ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളൊരു സർവീസ് അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സർവീസ് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടും റെലവൻ്റ് ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിനും ക്ലയൻറ്റിൻ്റെയും എന്ത് മനസ്സിലാക്കണം? അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് വി ഷുഡ് നോ അബൌട്ട് ദ ഡിഫറെൻറ്റ് കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കോർ വാല്യൂസ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പ്ലേസിംഗ് ക്ലയൻസ് നീഡ്സ് എബവ് പേഴ്സണൽ ഗൈൻ അല്ലേ. പ്ലേസിംഗ് ക്ലയൻസ് നീഡ്സ് എബവ് പേഴ്സണൽ ഗൈൻ അല്ലേ. പേഴ്സണൽ ഗൈനിനെക്കാട്ടിലും കൂടുതൽ ക്ലയൻസിൻ്റെ ആവശ്യങ്ങളെ പ്ലേസ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ഏത് കോർ വാല്യൂസുമായിട്ടാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് അല്ലേ. പേഴ്സണൽ ഗൈനിനെക്കാട്ടിലും കൂടുതൽ, സ്വന്തമായിട്ടുള്ള നേട്ടത്തിനേക്കാട്ടിലും കൂടുതൽ ക്ലയൻസിൻ്റെ ആവശ്യങ്ങളെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് കോർ വാല്യൂമായിട്ടാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ആണോ, സർവീസ് ടു ഹ്യൂമാനിറ്റി ആണോ, കോമ്പിറ്റൻസ് ആണോ, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആണോ? ഏതായിരിക്കും വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് സർവീസ് ടു ഹ്യൂമാനിറ്റി ആണ് അല്ലേ. എന്താണ്? ഹ്യൂമാനിറ്റിയിലോട്ടുള്ള സർവീസാണ്.
ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? സർവീസ് ടു ഹ്യൂമാനിറ്റി ഇൻവോൾവ്സ് prioritizing the needs of others over one's own, reflecting the altruistic nature of social work. അല്ലേ, ഇത് സോഷ്യൽ വർക്കിൻ്റെ ഒരു ആൾട്ടൂറിസ്റ്റിക് നേച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? പ്രയോറിറ്റൈസിങ് നീഡ്സ് ഓഫ് അതേഴ്സ് ഓവർ വൺസ് ഓൺ, സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളെക്കാട്ടിലും കൂടുതൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് നമ്മൾ സർവീസ് ടു ഹ്യൂമാനിറ്റി എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ കോൺസിക്വൻസ് ഓഫ് നോട്ട് അഡ്ഹറിങ് ടു ലോയാലിറ്റി ടു പ്രൊഫഷൻ ഈസ്. ദ കോൺസിക്വൻസ് ഓഫ് നോട്ട് അഡ്ഹറിങ് ടു ലോയാലിറ്റി ടു പ്രൊഫഷൻ, അല്ലേ, ലോയാലിറ്റി ടു പ്രൊഫഷൻ എന്നത് അതിൻ്റെ ഒരു അതെന്താണെന്ന് ചോദിക്കുന്നത്? ഇംപ്രൂവ്ഡ് പബ്ലിക് ട്രസ്റ്റ് ഇൻ സോഷ്യൽ വർക്ക്, അല്ലേ, സോഷ്യൽ വർക്കിലെ പബ്ലിക് ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യുക. ബി എന്താണ്? എ ഡിക്ലൈൻ ഇൻ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ്, അല്ലേ, ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലും പബ്ലിക് ട്രസ്റ്റിലും ഡിക്ലൈൻ വരിക. സി എൻഹാൻസ്ഡ് പേഴ്സണൽ ഗെയിൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ്, അല്ലേ, സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒരു പേഴ്സണൽ ഗെയിൻ എൻഹാൻസ് ചെയ്യുക. ഡി എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആണ്, അല്ലേ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഏതാണ് ലോയാലിറ്റി പ്രൊഫഷന് കോൺസിക്വൻസ് ഓഫ് നോട്ട് അഡ്ഹറിങ്, ലോയാലിറ്റി പ്രൊഫഷന് അഡ്ഹർ ചെയ്യാത്ത സമയത്ത് വരുന്ന കോൺസിക്വൻസ് ഏതാണെന്നാണ്, അല്ലേ. എന്താ വരിക? നമ്മൾ പ്രൊഫഷനോട് ലോയാലിറ്റി വിശ്വസ്തത കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വരിക? എ ഡിക്ലൈൻ ഇൻ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ്, അല്ലേ, പൊതുവായിട്ടുള്ള വിശ്വാസം, അതായത് ജനങ്ങൾക്ക് നമ്മളോടുള്ള വിശ്വാസം കുറയും. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലും എന്ത് വരും? ഡിക്ലൈന് സംഭവിക്കും. ലോയാലിറ്റി ടു ദ പ്രൊഫഷൻ എൻഷോഴ്സ് ദാറ്റ് സോഷ്യൽ വർക്കേഴ്സ് അപ്ഹോൾഡ് ആൻഡ് അഡ്വാൻസ് ദ പ്രൊഫഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ, അല്ലേ, പ്രൊഫഷനോടുള്ള ലോയാലിറ്റി എന്ന് പറയുന്നത് അത് എന്താണ് എൻഷുർ ചെയ്യുന്നത്? സോഷ്യൽ വർക്കേഴ്സ് അപ്ഹോൾഡ് ആൻഡ് അഡ്വാൻസ് ദ പ്രൊഫഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ, അല്ലേ, പ്രൊഫഷൻ സ്റ്റാൻഡേർഡും റെപ്യൂട്ടേഷനും അപ്ഹോൾഡ് ചെയ്യുക, സോഷ്യൽ വർക്കേഴ്സ് അപ്ഹോൾഡ് ചെയ്യുന്നതിനെ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് ഇറ്റ്, ഇതില്ലാതെ ദർ കുഡ് ബി എ ഡിറ്റീരിയേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ആൻഡ് ലോസ് ഓഫ് പബ്ലിക് ട്രസ്റ്റ്, അല്ലേ. അപ്പോൾ ആ ലോയാലിറ്റി ഓഫ് പ്രൊഫഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പബ്ലിക് ട്രസ്റ്റിൻ്റെ ഒരു കുറവ് വരും. നമ്മുടെ ആ ഒരു പ്രൊഫഷൻ്റെ സ്റ്റാൻഡേർഡൊക്കെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റെഡ്യൂസ്ഡ്. Then which value emphasizes the role of social workers as educators and mentors, അല്ലേ, താഴെ തന്നിരിക്കുന്ന വാല്യൂ ഏത് വാല്യൂ? താഴെ തന്നിരിക്കുന്ന വാല്യൂവിൽ സോഷ്യൽ വർക്കേഴ്സിനെ ഒരു എഡ്യൂക്കേറ്റേഴ്സായിട്ടും ഒരു മെൻറ്റേഴ്സായിട്ടും ഉള്ള റോളിന് പ്രാധാന്യം കൊടുക്കുന്ന വാല്യൂ ഏതാണ്? സോഷ്യൽ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റേഴ്സായിട്ടും മെൻറ്റേഴ്സായിട്ടും റോളിന് പ്രാധാന്യം കൊടുക്കുന്ന വാല്യൂ ഏതാണ്? ഹാർഡ് വർക്കാണോ, ടീച്ചർഷിപ്പാണോ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആണോ, ഇൻറ്റഗ്രിറ്റി ആണോ? ഹാർഡ് വർക്കാണോ, ടീച്ചർഷിപ്പാണോ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആണോ, ഇൻറ്റഗ്രിറ്റി ആണോ? ആൻസർ വരുന്നത് എന്താണ്? ടീച്ചർഷിപ്പാണ്, അല്ലേ. ഒരു മെൻറ്ററായിട്ടും ഒരു എഡ്യൂക്കേറ്ററായിട്ടും കിട്ടുന്ന ആ ഒരു കോർ വാല്യൂ ഏതാണ്? ടീച്ചർഷിപ്പാണ് വരുന്നത്. Teachership refers to the social worker's role in guiding and educating clients as well as mentoring future professionals, അല്ലേ. ടീച്ചർഷിപ്പ് എന്ന് പറയുന്നത് എന്താ റെഫർ ചെയ്യുന്നത്? സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ ഗൈഡിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ക്ലയൻസ്, അല്ലേ. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ക്ലയൻസിനെ ഫ്യൂച്ചർ അല്ലേ, ക്ലയൻസിന് ടീച്ചർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ ഗൈഡിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ക്ലയൻസ് ആസ് വെൽ ആസ് മെൻറ്ററിങ് ഫ്യൂച്ചർ പ്രൊഫഷണൽസ്. ഒരു ഫ്യൂച്ചർ പ്രൊഫഷണൽസിനെ മെൻറ്റർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ക്ലയൻസിനെ ഗൈഡ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ക്ലയൻസിനെ നയിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്പ് ദി പ്രൊഫഷൻ. അത് മാത്രമാണ് അവൻ്റെ പ്രൊഫഷൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒരു കോൺട്രിബ്യൂട്ട് ആവുന്നത്, ഒരു സംഭാവനയായിട്ട് മാറുന്നത്. അപ്പോൾ ഫ്യൂച്ചർ മെൻറ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഒരു നമ്മൾ ക്ലയൻസിനെ ഗൈഡ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് അവൻ്റെ പ്രൊഫഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കാരണമാകുമെന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, why is responsibility and commitment a crucial value in social work? റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, അല്ലേ, ഈ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്കിൽ ഒരു ക്രൂഷ്യൽ വാല്യൂ ആയിട്ട് മാറുന്നത്, അല്ലേ. റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും, ഉത്തരവാദിത്വം കമ്മിറ്റ്മെൻറ്റും, അല്ലേ. ദെൻ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് അലോ സോഷ്യൽ വർക്കേഴ്സ് ടു ഡെലിഗേറ്റ് ദെയർ ഡ്യൂട്ടീസ് ടു അതേഴ്സ്, അല്ലേ. ഇത് എന്തിന് സഹായിക്കുന്നുണ്ട്? മറ്റുള്ളവർക്ക് മേലെ തൻ്റെ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യാൻ സോഷ്യൽ വർക്കറെ അലോ ചെയ്യുന്നുണ്ട്.
ബി എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് റിയലബിൾ ആൻഡ് എത്തിക്കൽ ഡെലിവറി ഓഫ് സർവീസ് അല്ലേ, സർവീസിൻ്റെ വളരെ എത്തിക്കലായിട്ടുള്ള വളരെ റിയലബിൾ ആയിട്ടുള്ള ഡെലിവറി ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. സി എന്താണ്? ഇറ്റ് പ്രൊമോട്ട് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓവർ പ്രൊഫഷണൽ ഡ്യൂട്ടീസ്, പ്രൊഫഷണൽ ഡ്യൂട്ടീസിനെക്കാട്ടിലും കൂടുതൽ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡി എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ഫിനാൻഷ്യൽ സക്സസ് റാദർ ദാൻ ക്ലയൻറ്റ് നീഡ്സ് അല്ലേ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ക്ലയൻറ്റ് നീഡ്സിനെക്കാട്ടിലും കൂടുതൽ ഫിനാൻഷ്യൽ സക്സസിന്, സാമ്പത്തിക നേട്ടത്തിന് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പോൾ സോഷ്യൽ വർക്കിലെ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. ഇറ്റ് എൻഷുവേഴ്സ് റിയലബിൾ ആൻഡ് എത്തിക്കൽ ഡെലിവറി ഓഫ് സർവീസ് അല്ലേ, വളരെ റിയലബിൾ, വിശ്വസിക്കാൻ പറ്റുന്നതും വളരെ എത്തിക്കൽ ആയിട്ടുള്ള ഒരു സർവീസ് ഓഫ് ഡെലിവറി ആണ് ഇത് ഉറപ്പുവരുത്തുന്നത്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്നതുകൊണ്ട്. Responsibility and commitment in social work are vital for ensuring that social workers carry out their duties ethically and effectively, which is crucial for client satisfaction and professional integrity. നമ്മൾ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ വർക്കിലെ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റും എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഡ്യൂട്ടി വളരെ ഇഫക്റ്റീവായിട്ടും എത്തിക്കലായിട്ടും കൊണ്ടുവരാൻ അദ്ദേഹത്തെ സഹായിക്കും. ഇതെന്താണ്? ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനും പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റിക്കും വളരെ ക്രൂഷ്യലാണ് അല്ലെങ്കിൽ വളരെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. Then, which ethical principle involves social workers actively participating in the creation of policies for community welfare? അല്ലേ, വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ, താഴെ തന്നിരിക്കുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ ഏതാണ് ഇൻവോൾവ് സോഷ്യൽ വർക്കേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ക്രിയേഷൻ ഓഫ് പോളിസീസ് ഫോർ കമ്മ്യൂണിറ്റി വെൽഫെയർ? ഒരു കമ്മ്യൂണിറ്റി വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾ ഏതാണ്? കമ്മ്യൂണിറ്റി വെൽഫെയർ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി വെൽഫെയറിൽ സോഷ്യൽ വർക്കേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത് ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രൊവൈഡിങ് റെമഡിയൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസ്, നമ്മൾ വളരെ റെമഡിയൽ ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ബി പ്രയോറിറ്റൈസിങ് ക്ലയൻറ്റ് നീഡ്സ് ഓവർ സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ക്ലയൻറ്റിൻ്റെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുക. സി എന്താണ്? കോൺട്രിബ്യൂട്ടിങ് ടു പോളിസി മേക്കിംഗ് ഫോർ വെൽഫെയർ അല്ലേ, വെൽഫെയറിന് വേണ്ടിയിട്ട് പോളിസി മേക്കിങ്ങിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഡി റെൻഡറിങ് സർവീസ് വിത്ത് ബ്രദർഹുഡ് ആൻഡ് സെൽഫ് സാക്രിഫൈസ് അല്ലേ, എന്താണ്? ബ്രദർഹുഡ് അതുപോലെ തന്നെ സെൽഫ് സാക്രിഫൈസിന് വേണ്ട സർവീസ് റെൻഡർ ചെയ്യുക. അപ്പോൾ എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്? കമ്മ്യൂണിറ്റി വെൽഫെയറിന് വേണ്ട ക്രിയേഷൻ ഓഫ് പോളിസീസ് അല്ലേ. ആൻസർ വരുന്നത് എന്താണ്? കോൺട്രിബ്യൂട്ടിങ് ടു പോളിസി മേക്കിംഗ് ഫോർ വെൽഫെയർ അല്ലേ, കോൺട്രിബ്യൂട്ടിംഗ് പോളിസി മേക്കിംഗ് ഫോർ വെൽഫെയർ. എന്താണ്? വെൽഫെയറിന് വേണ്ടിയിട്ട് പോളിസി മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് നൽകുക. social workers have a responsibility to influence and contribute to the policy making processes that benefit the welfare of individuals and communities. അല്ലേ, സോഷ്യൽ വർക്കേഴ്സിന് എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ, പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ, അതായത് ആ ഒരു പോളിസി ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിന് വേണ്ടത് സംഭാവന കൊടുക്കാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി സോഷ്യൽ വർക്കർക്ക് ഉണ്ട് അല്ലേ. ദാറ്റ് ബെനിഫിറ്റ്, അതെന്തിനാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ദ വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അല്ലേ, അത് ഇൻഡിവിജ്വലിനെയും കമ്മ്യൂണിറ്റീസിനും എന്ത് ചെയ്യും? അവരുടെ ക്ഷേമത്തിന് അത് വളരെ സഹായകരമാകും എന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി എത്തിക്കൽ പ്രിൻസിപ്പൾ കണക്റ്റിംഗ് ക്ലയൻസ് വിത്ത് നെസസറി സിസ്റ്റം ആൻഡ് റിസോഴ്സസ് അല്ലേ. ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ് കണക്റ്റിംഗ് ക്ലയൻസ് വിത്ത് നെസസറി സിസ്റ്റം ആൻഡ് റിസോഴ്സ്. അതായത് നമ്മൾ ക്ലയൻറ്റിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള സിസ്റ്റംസും റിസോഴ്സസും ഉണ്ടായിരിക്കണം. ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളിൻ്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എൻഷുറിങ് ക്ലയൻസ് റിമൈൻ ഇൻഡിപെൻഡൻറ്റ് വിത്തൗട്ട് എക്സ്റ്റേണൽ സപ്പോർട്ട്, പുറമേ നിന്നുള്ള ഒരു സഹായം കൂടാതെ ക്ലയൻറ്റിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിർത്തുക, അത് ഉറപ്പുവരുത്തുക. ബി എന്താണ്? ലിങ്കിങ് ക്ലയൻസ് ടു റെലവൻറ്റ് സിസ്റ്റംസ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ സപ്പോർട്ട് ദെയർ നീഡ്സ് അല്ലേ, അവരുടെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന റിസോഴ്സുകളുമായിട്ടും സിസ്റ്റംസുമായിട്ടും ക്ലയൻസിനെ ലിങ്ക് ചെയ്യാം. സി എന്താണ്? എൻകറേജിങ് ക്ലയൻസ് ടു സോൾവ് ദെയർ ഇഷ്യൂസ് വിത്തൗട്ട് അസിസ്റ്റൻസ് അല്ലേ, എന്താണ്?
അസിസ്റ്റൻസ് ഇല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്ലയൻസിനെ എൻകറേജ് ചെയ്യാം. ഡി എന്താണ്? പ്രിയോറിറ്റൈസിങ് ദ സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ലോഡ് ഓവർ ക്ലയൻറ്റ് നീഡ്സ് അല്ലേ. എന്തെങ്കിലും ക്ലയൻസിൻ്റെ മേലെ ക്ലയൻസിൻ്റെ നീഡിനെക്കാട്ടിലും സോഷ്യൽ വർക്കേഴ്സിൻ്റെ വർക്ക് ലോഡിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എന്താണ് ക്ലയൻസിനെ നെസസറി സിസ്റ്റവുമായിട്ടും റിസോഴ്സുമായിട്ടും കണക്ട് ചെയ്യുന്നതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഏതായിരിക്കും? ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. ലിങ്കിങ് ക്ലയൻസ് ടു റെലവൻറ്റ് സിസ്റ്റം ആൻഡ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ സപ്പോർട്ട് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റവുമായിട്ടും റിസോഴ്സുമായിട്ടും എന്ത് ചെയ്യുക? ക്ലയൻറ്റിനെ ലിങ്ക് ചെയ്യുക. This principle is crucial for ensuring that clients have access to the necessary services and resources, helping them to achieve their well-being. അല്ലേ, ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലയൻസിന് വേണ്ട വിധത്തിലുള്ള സർവീസും റിസോഴ്സും കിട്ടുക, അതുപോലെ തന്നെ അവരുടെ വെൽബീയിങ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുക. ഇതിനടുത്തത് വിച്ച് വാല്യൂ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി കോംപ്രമൈസ്ഡ് ഇഫ് എ സോഷ്യൽ വർക്കർ ഫെയിൽസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ സ്കില്ല് അല്ലേ. താഴെ തന്നിരിക്കുന്ന വാല്യൂസിൽ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി കോംപ്രമൈസ്ഡ് ഇഫ് എ അല്ലേ ഒരു ലൈക്ലി ടു കോംപ്രമൈസ്ഡ് ഇഫ് എ സോഷ്യൽ വർക്കർ ഫെയിൽസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ സ്കില്ല്. ഒരു സോഷ്യൽ വർക്കർ തൻ്റെ പ്രൊഫഷണൽ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലോ ഫെയിലായി കഴിഞ്ഞാൽ കോംപ്രമൈസ്ഡ് ആവുന്നത് ഏത് വാല്യൂലാണ്? സോഷ്യൽ ജസ്റ്റിസ് ആണോ, കോമ്പിറ്റൻസ് ആണോ, ഇൻറ്റഗ്രിറ്റി ആണോ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആണോ? ഏതായിരിക്കും? ആൻസർ വരുന്നത് കോമ്പിറ്റൻസ് ആണ്. ഓക്കെ, കോമ്പിറ്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. Competence involves the ongoing development of professional skill and knowledge to provide high quality services. അല്ലേ, കോമ്പിറ്റൻസ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ സ്കില്ല് അല്ലേ, പ്രൊഫഷണൽ സ്കില്ലിൻ്റെ ഒരു ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള നോളേജിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റ് ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നെഗ്ലക്റ്റിംഗ് ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഇൻഇഫക്റ്റീവ് ഇൻ്റർവെൻഷൻ. നമ്മൾ ഈ കോമ്പിറ്റൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഇല്ലാത്ത ഒരു ഇൻ്റർവെൻഷൻ, ഒരു ഇടപെടലിന് എന്ത് ചെയ്യും? ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി a consequence of neglecting the ethical principle of rendering service with brotherhood and self-sacrifice? അല്ലേ, മറ്റൊരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ് എന്ത്? റെൻഡറിങ് സർവീസ് വിത്ത് ബ്രദർഹുഡ് ആൻഡ് സെൽഫ് സാക്രിഫൈസ് അല്ലേ. ഒരു ബ്രദർഹുഡ് വഴി നമ്മൾ ആ ഒരു മനോഭാവത്തിൽ നമ്മൾ സർവീസ് കൊടുക്കുക, സെൽഫ് സാക്രിഫൈസ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും? ഇൻക്രീസ്ഡ് ക്ലയൻറ്റ് ട്രസ്റ്റ് കൂടും. എൻഹാൻസ്ഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എൻഹാൻസ് ചെയ്യും. സെൽഫ് സെൻറ്റേഡ് പ്രാക്ടീസ് ദാറ്റ് റെഡ്യൂസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലേ. സെൽഫ് സെൻറ്റേഡ് പ്രാക്ടീസ് പലപ്പോഴും എന്ത് ചെയ്യും? സോഷ്യൽ വർക്കിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ അത് കുറക്കും. ഡി, ഗ്രേറ്റർ ഫോക്കസ് ഓൺ ക്ലയൻറ്റ് നീഡ്സ്. ക്ലയൻറ്റ് നീഡ്സിനെ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ബ്രദർഹുഡും സെൽഫ് സാക്രിഫൈസിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താ ഉണ്ടാവുക? സെൽഫ് സെൻറ്റേഡ് പ്രാക്ടീസ് ദാറ്റ് റെഡ്യൂസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലേ. സോഷ്യൽ വർക്കിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ എന്ത് ചെയ്യും? ഈ സെൽഫ് സെൻറ്റേഡ് പ്രാക്ടീസുകൾ എന്ത് ചെയ്യും? അതിനെ റെഡ്യൂസ് ചെയ്യും. Failing to render service with a sense of brotherhood and self-sacrifice can lead to self-serving behavior which can undermine the effectiveness and integrity of social work. അല്ലേ, നമ്മൾ ഒരു ബ്രദർഹുഡ് സെൻസിലും സെൽഫ് സാക്രിഫൈസ് സെൻസിലും നമുക്ക് സർവീസ് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു സെൽഫ് സെർവിങ് ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യും അല്ലേ. ഇതെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സോഷ്യൽ വർക്കിനുള്ളിലെ ഇൻറ്റഗ്രിറ്റിയെയും ഇഫക്റ്റീവിനെയും എന്ത് ചെയ്യും? അത് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അല്ലേ. ബ്രദർഹുഡും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുറക്കുമെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് സോഷ്യൽ വർക്കേഴ്സ് ഓഫർ കോംപ്രഹെൻസീവ് സപ്പോർട്ട് കവറിങ് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ക്ലയൻറ്റ്സ് വെൽബീയിങ് അല്ലേ. ഏത് എത്തിക്കൽ പ്രിൻസിപ്പിളാണ് സോഷ്യൽ വർക്കേഴ്സ് ഓഫർ കോംപ്രഹെൻസീവ് സപ്പോർട്ട് കവറിങ് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ക്ലയൻറ്റ്സ് വെൽബീയിങ് അല്ലേ. ഒരു ക്ലയൻറ്റിൻ്റെ വെൽബീയിങ്ങിൻ്റെ വേരിയസ് ആസ്പെക്റ്റ് കവർ ചെയ്യുന്ന കോംപ്രഹെൻസീവ് സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന സോഷ്യൽ വർക്ക്. അതായത് ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അതായത്
ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളിൽ സോഷ്യൽ വർക്കറിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലയൻറ്റിൻ്റെ വെൽബീയിങ്ങിൻ്റെ വേരിയസ് ആസ്പെക്റ്റിന് കോംപ്രഹെൻസീവ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, ഉറപ്പുവരുത്താൻ പറ്റും. അത് ഏത് എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രിയോറിറ്റൈസിങ് ക്ലയൻറ്റ് നീഡ്സ് ഓവർ സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ക്ലയൻറ്റിൻ്റെ നീഡിൻ്റെ പ്രാധാന്യം കൊടുക്കുക. ബി പ്രൊവൈഡിങ് റെമഡിയൽ പ്രിവെൻറ്റീവ് ഡെവലപ്മെൻറ്റൽ ഇമോഷണൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസ് അല്ലേ, റെമഡിയൽ ആയിട്ടുള്ള, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള, ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. സി എന്താണ്, കോൺട്രിബ്യൂട്ടിങ് ടു പോളിസി മേക്കിംഗ് ഫോർ വെൽഫെയർ അല്ലേ, വെൽഫെയറിന് വേണ്ടിയിട്ട് പോളിസി മേക്കിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഡി എന്താണ്, കണക്റ്റിംഗ് ക്ലയൻറ്റ്സ് വിത്ത് നെസസറി സിസ്റ്റം ആൻഡ് റിസോഴ്സസ് അല്ലേ, എന്ത് ചെയ്യാണ്, നെസസറി സിസ്റ്റംസും റിസോഴ്സസും എന്ത് ചെയ്യുക, നമ്മൾ ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിലേതാണ് ആൻസർ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് എന്താണ്, പ്രൊവൈഡിങ് റെമഡിയൽ പ്രിവെൻറ്റീവ് ഡെവലപ്മെൻറ്റൽ ഇമോഷണൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് അല്ലേ. This principle is about offering a full range of services to address the holistic needs of clients, ensuring comprehensive and effective സപ്പോർട്ട് അല്ലേ. ഈ ഒരു പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, ഫുൾ റേഞ്ച് ഓഫ് സർവീസ് ടു അഡ്രസ് ദ ഹോളിസ്റ്റിക് നീഡ്സ് ഓഫ് ക്ലയൻസ്, ക്ലയൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളെയും ഈ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിൻസിപ്പിൾ എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.